ഇപ്പോൾ ഒരു സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത് കഥയോ അഭിപ്രായങ്ങളോ അല്ല, കളക്ഷനാണ്. 100 കോടി 200 കോടി ക്ലബ്ബ് എന്നൊക്കെ കേൾക്കുമ്പോൾ സിനിമ വലിയ ഹിറ്റാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഇപ്പോൾ തമിഴ് സിനിമയിൽ ഉയരുന്ന ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണ്. മുമ്പ് ഹിന്ദി സിനിമകളിൽ കേട്ടിരുന്ന കോർപ്പറേറ്റ് ബുക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ തമിഴ് സിനിമയിലേക്കും എത്തിയെന്നാണ് നിർമ്മാതാവ് ധനഞ്ജയൻ പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഇന്ന് ഓൺലൈനായി ഒരാൾക്ക് തന്നെ 100 കണക്കിന് ടിക്കറ്റുകൾ ഒറ്റയടിക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് നിർമ്മാതാക്കളും താരങ്ങളും സ്വന്തം സിനിമയുടെ ടിക്കറ്റുകൾ തന്നെ വാങ്ങി ബുക്കിംഗ് നമ്പേഴ്സ് ആർട്ടിഫിഷ്യലി ഉയർത്തും. 4000 ടിക്കറ്റുകൾ വരെ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ ബുക്കിംഗ് ആപ്സിൽ സിനിമ ട്രെൻഡിങ്ങിലാകും. അത് കണ്ടാൽ സാധാരണ പ്രേക്ഷകർക്ക് സിനിമയ്ക്ക് വലിയ റഷാണ് എന്ന തോന്നലുണ്ടാകും. ഇതിനുവേണ്ടി വലിയ താരങ്ങൾ ആദ്യ ദിവസം തന്നെ കോടികൾ ചെലവിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതായത് താരങ്ങൾ ആദ്യ ദിവസം 10 കോടി രൂപ വരെ ചെലവഴിച്ച് ടിക്കറ്റ് വാങ്ങും. അതിൻ്റെ 40% വരെ അവർക്ക് തിരികെ ലഭിക്കും. അതായത് 6 കോടി രൂപ ചെലവിലുള്ള പ്രൊമോഷന് സമമാണത്. ആദ്യ 3 ദിവസം 18 കോടി രൂപയോളം ചെലവഴിക്കുന്നത് അവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ 10 കോടി കടക്കുകയും ആഴ്ചാവസാനത്തെ കളക്ഷൻ 30 കോടിയിൽ എത്തുകയും ചെയ്യും. അതായത് 70 കോടിയാണ് സിനിമയുടെ കളക്ഷനെങ്കിൽ താരങ്ങൾ അത് തള്ളി 100 കോടിയിൽ എത്തിക്കും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ബാധ്യത വരുന്നത് ചെറിയ സിനിമകൾക്കാണ്. തിയേറ്ററുകൾ പോലും ഇപ്പോൾ ചെറിയ നിർമ്മാതാക്കളോട് ഷോ നടത്തണമെങ്കിൽ സ്വന്തം സിനിമയുടെ ആദ്യ 3 ദിവസത്തെ ടിക്കറ്റുകൾ വാങ്ങാൻ പറയുന്നു. 2 ഷോകൾ നടത്താം, 100 ടിക്കറ്റുകൾ വാങ്ങണം എന്നാണ് പല മൾട്ടിപ്ലക്സുകൾ പോലും ആവശ്യപ്പെടുന്നത്. ആളുകൾ സിനിമ കാണുന്നുണ്ടോ എന്നത് അവർക്കൊരു വിഷയമല്ല. അവർക്ക് ടിക്കറ്റുകൾ വിറ്റുപോയാൽ മതി, അല്ലെങ്കിൽ ഷോ നടക്കില്ല. ഇതാണ് അവസ്ഥ.